മ എന്നാൽ മനസ്സ്, ഇന്ദ്രം എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയം. അപ്പം മന്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ വ്യക്തികൾക്കും രഹസ്യാത്മകമായിട്ട് സ്വകാര്യതയിൽ ഗുരു തൻ്റെ ശിഷ്യന് പകർന്നു കൊടുക്കുന്ന ദീക്ഷ. ദീക്ഷ എന്ന് പറയുമ്പോൾ ദിവസവും ക്ഷമയോടെ. അപ്പോൾ ഒരു ഗുരു തൻ്റെ ശിഷ്യന് ക്ഷമയോടുകൂടി ദിവസവും മന്ത്രിക്കാൻ, മന്ത്രജപം ജപിക്കാൻ നൽകുന്നത് ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം രഹസ്യാത്മകമായിട്ട്, ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമായിട്ട് ഗുരു തിരഞ്ഞെടുക്കുന്ന ചില മന്ത്രം, അത് ദീക്ഷയായിട്ട് കൊടുക്കുന്നതാണ് മന്ത്രദീക്ഷ. അപ്പം മനസ്സിലേക്ക് ദിവസവും സ്വയം നൽകുന്ന ചില അഫർമേഷൻ, ഒരു പദപ്രയോഗം. പക്ഷെ അത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സംഗതിയാണ്. ഗുരു ശിഷ്യ ബന്ധത്തിൽ ഗുരുവിന് ദക്ഷിണ കൊടുത്ത് ഗുരുവിൽ നിന്നും ദീക്ഷ സ്വീകരിക്കുക. അത് ഓരോ വ്യക്തികൾക്കും ഗുരു തീരുമാനിക്കുന്നു ആ വ്യക്തിക്ക് വേണ്ടുന്ന മന്ത്രദീക്ഷ എന്ത്, ഏത്, അത് ആ വ്യക്തിക്ക് മാത്രം ഉള്ളതാണ്. എങ്കിലേ അതിന് എഫക്റ്റുള്ളൂ, എങ്കിലേ അതിന് ഗുണമുള്ളൂ. ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനകത്ത്. ഒരു മന്ത്രം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിന് ആ ഒരു വ്യക്തിക്ക് അനുയോജ്യമായ മന്ത്രം ഏത്, എന്ത് എന്ന് തീരുമാനിക്കുന്നത് പൂർണ്ണനായ ഗുരുവാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് തൻ്റെ ശിഷ്യന് ആ ഒരു മന്ത്രം ചെയ്താൽ മതി, ആ ഒരു മന്ത്രം ചെയ്താലുള്ള ഗുണം ആ ഒരു ആത്മാവിലേക്ക്, ആ സോൾ പ്യൂരിഫിക്കേഷന് ഗുണം ചെയ്യുന്നു എന്ന് ഗുരുവാണ് തീരുമാനിക്കുന്നത്. ശിഷ്യന് എന്ത് വേണം എന്നത്. അപ്പോൾ ശിഷ്യൻ അത് യഥാവിധി ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി, ഗുരു കടാക്ഷം. അപ്പോൾ ഗുരു എന്ന് പറയുമ്പോൾ തന്നെ ഗുഹയിൽ നിന്നും പുറത്തേക്ക് രുചിച്ച് നോക്കാൻ വെളിച്ചം. ഗുരു എന്ന് പറയുമ്പോൾ വെളിച്ചമല്ലേ, പ്രകാശത്തിലേക്ക് വെളിച്ചം പകർന്നു തരുന്നവൻ ഗുരു. അതായത് നമ്മുടെ അറിവ് തരുന്ന, നമ്മെ ആത്മാവിലേക്ക് നയിക്കുന്ന, നമ്മിൽ ആത്മസ്വരൂപമാണ്, ആത്മചൈതന്യമാണ്, നമ്മിൽ ആ ആത്മാവാണ്. അപ്പം ജീവാത്മാ പരമാത്മാ ഐക്യത്തിലേക്ക് എത്താനുള്ള ആ രഹസ്യം, അതാണ് ഗുരു. അത് ഗുഹയിൽ നിന്ന്, ഗുഹ എന്ന് പറയുമ്പോൾ ഇരുട്ടാണല്ലോ, ആ രഹസ്യം രുചികരമായിട്ട് സ്വാദിഷ്ടമായിട്ട് പകർന്ന് നൽകുന്ന. കാരണം ഗുരു എല്ലാ പാതയും സഞ്ചരിച്ചവനാണ്. അപ്പോൾ ഒരിക്കലും ശിഷ്യന് ദുർഘടമായ പാതയിൽ നടക്കേണ്ടതില്ല. കാരണം ഗുരു എല്ലാം അറിഞ്ഞവനാണല്ലോ. അതുകൊണ്ട് ശിഷ്യന് ഏറ്റവും സുഖകരമായിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള പാത, വഴി കാണിച്ചു കൊടുക്കുക, വെളിച്ചത്തിലേക്ക് നയിക്കുക. അതാണ് ഗുരു, അതാണ് അറിവ്, വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക്. അപ്പം അതുകൊണ്ട് മന്ത്രദീക്ഷ എന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള സംഗതിയാണ്. ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്ന ഭാഗ്യമാണ്, സൗഭാഗ്യമാണ് മന്ത്രദീക്ഷ. അപ്പം അങ്ങനെ ഓരോ വ്യക്തികൾക്കും എന്ത് മന്ത്രപ്രയോഗം സ്വീകരിക്കണം വേണ്ടുന്നത് എന്നത് തീരുമാനിക്കുന്നത് ഗുരുവാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ, ഓരോ വ്യക്തികൾക്കും തീർച്ചയായിട്ടും നമുക്ക് എന്ത് മന്ത്രജപം ചെയ്താൽ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ, ഓം നമഃ ശിവായ, ഓം വിഘ്നേശ്വരായ നമ, ഓം ഭദ്രായ നമ, ഇങ്ങനെയുള്ളതൊക്കെ എല്ലാവർക്കും ചൊല്ലാൻ സാധിക്കുന്ന ലോകോത്തരമായിട്ടുള്ള മന്ത്രങ്ങളാണ്. അതിൻ്റേതായ പവേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. പഞ്ചാക്ഷരി മന്ത്രം, ഗായത്രി മന്ത്രം, ഓം ഭൂർഭുവസ്വ തത് സവിതുർവരേണ്യം
ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. നല്ലത് തന്നെയാണ് ഗായത്രി മന്ത്രം, വെരി പവർഫുൾ. അപ്പം എന്നാൽ ഒക്കെ ആയിക്കോട്ടെ, ഇത് യൂണിവേഴ്സൽ ജപങ്ങളാണ്, യൂണിവേഴ്സൽ മന്ത്രങ്ങളാണ്. എല്ലാവർക്കും തുല്യമായിട്ട് ജപം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരം മന്ത്രങ്ങൾ. എന്നാൽ ഓരോ വ്യക്തികൾക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള മന്ത്രം എന്ത്, അത് നമുക്ക് കണ്ടെത്താം. അതിനുള്ള സാധ്യതകളുണ്ട്. അപ്പം അങ്ങനെ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എന്നെ സമീപിക്കാം. നമുക്ക് ഓരോ വ്യക്തികൾക്കും വേണ്ടുന്നതായിട്ടുള്ള മന്ത്രം എന്ത്, ഏത്, അതെങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, അത് കുട്ടികൾക്കാണെങ്കിലും ശരി, സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഓരോ വ്യക്തികൾക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള മന്ത്രം അത് ചെയ്യണം. ഒരുപാട് ഗുണം ചെയ്യും. അത് കണ്ടെത്താം, വളരെ സിമ്പിളാണ്. പക്ഷേ നമ്മൾ അവരുമായിട്ട് ഇരുന്ന് അത് കണ്ടെത്തേണ്ടുന്ന ചില മാർഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സെൻറ്ററിൽ, നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആസ്ട്രോളജി ആൻഡ് അതർ പ്രഡിക്ഷൻസ് എന്ന വിഭാഗത്തിൽ അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ മുഖത്തലയിൽ കരിഞ്ഞമ്പള്ളി ക്ഷേത്രത്തിനടുത്ത് നടുവിലക്കര മുഖത്തല, അവിടെ നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൻ്റെ ആസ്ട്രോളജിയുടെ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. വരിക, ഒരു രസമല്ലേ, മാത്രമല്ല എന്തായാലും ഗുണമല്ലേ, നമ്മൾ ചെയ്യുന്നത് നല്ലത് തന്നെയല്ലേ. വന്ന് നോക്കൂ. നന്ദി.